മലപ്പുറം താനൂരിൽ നിന്ന് കാണാതായ +2 വിദ്യാർത്ഥികൾക്കായി തെരച്ചിൽ പുരോഗമിക്കുന്നു. പെൺകുട്ടികൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ CCTV ദൃശ്യം ലഭിച്ചു. ഇന്നലെ ഉച്ചയോടെയാണ് താനൂർ ദേവതാർ സ്കൂളിലെ +2 വിദ്യാർത്ഥികളായ ഫാത്തിമ ഷഹദയെയും അശ്വതിയെയും കാണാതാകുന്നത്. എടവണ്ണ സ്വദേശിയുടെ പേരിലുള്ള നമ്പറിൽ നിന്ന് പെൺകുട്ടികളുടെ ഫോണിലേക്ക് കോൾ വന്നിട്ടുണ്ടെന്ന് താനൂർ SHO ജോണി ജെ മറ്റം പറഞ്ഞു. പെൺകുട്ടികൾ മിസ് ആയതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വൈഡായിട്ടുള്ള സർക്കുലേഷൻ പബ്ലിസിറ്റി കൊടുത്തിട്ടുണ്ട്. അത് സംബന്ധിച്ച് ഈ കുട്ടികളെന്ന് തോന്നുന്ന സമാനമായിട്ടുള്ള ആൾക്കാരെ കണ്ടതിനനുസരിച്ച് ഉള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അതൊക്കെ നമ്മൾ പോലീസുകാരെ അയച്ച് വെരിഫൈ ചെയ്യുന്നുണ്ട്. ഇപ്പം തിരൂർ റെയിൽവേ സ്റ്റേഷനും അതുപോലെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനും ഒക്കെ ലൊക്കേഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. അത് CCTV പോലീസുകാരെ പോയിട്ട് വെരിഫൈ ചെയ്യുന്നുണ്ട്. ഈ പെൺകുട്ടികളുമായിട്ട് കോണ്ടാക്റ്റ് ഉള്ള ആൾക്കാരെ വെരിഫൈ ചെയ്യുന്നുണ്ട്. അവരുടെ പ്രസന്റ് ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടും പെൺകുട്ടികളുടെ CDR പുതിയതായിട്ട് കിട്ടുന്നതിനനുസരിച്ചും നമ്മൾ അപ്ഡേറ്റ് എടുക്കുന്നു. ജംഷീർ കൊടിഞ്ഞി വിശദാംശങ്ങൾ നൽകും. ജംഷീർ, തിരൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി എന്നുള്ള വിവരം ലഭിച്ചത് നിർണായകമാണ്. അവിടെ നിന്ന് എങ്ങോട്ട് പോയി എന്നതായിരിക്കും പോലീസ് അന്വേഷിക്കുന്നുണ്ടാവുക. ഏറ്റവും ഒടുവിൽ പോലീസിന് ഏതെല്ലാം തരത്തിലുള്ള നിഗമനങ്ങളും ഇതുവരെയുള്ള ലീഡും പോലീസിന് കിട്ടിയത് സംബന്ധിച്ച വിവരങ്ങൾ എന്താണ്? ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്ന് പറയുന്നത് ഈ കുട്ടികൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തി എന്നുള്ളത് തന്നെയാണ്. നമ്മൾ നേരത്തെ ഈ ഫാത്തിമ ഹിദ എന്ന കുട്ടിയുടെ പിതാവുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് സ്കൂളിലേക്ക് എന്ന് പറഞ്ഞാണ് ഇറങ്ങിയത്, യൂണിഫോം ഇട്ടാണ് ഇറങ്ങിയത് എന്നുള്ള കാര്യമാണ്. മറ്റു വസ്ത്രങ്ങളൊന്നും അവർ കരുതിയിരുന്നില്ല എന്നുള്ളതും പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വന്ന ദൃശ്യങ്ങളിൽ ഈ കുട്ടികൾ ഡ്രസ്സ് മാറി പോകുന്നത് കൃത്യമായി ആ ദൃശ്യങ്ങളിൽ CCTV റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങളിലുണ്ട്. അതിൽ മാസ്ക് ധരിച്ചത് ഫാത്തിമ ഷിദയും ബ്ലാക്ക് ഡ്രസ്സ് ധരിച്ചത് അശ്വതിയുമാണ്. ഇരുവരും ഒരുമിച്ച് കടന്നു പോകുന്ന റെയിൽവേ സ്റ്റേഷനിലെ ഫ്രണ്ടിൽ നിന്നുള്ള CCTV ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒരുപക്ഷെ അവർ ട്രെയിൻ കയറി പോയതാകണം എന്നുള്ളതാണ്. ഈ ഏതാണ്ട് 11 മണിയോട് കൂടി സ്കൂൾ പരിസരത്ത് അവർ എത്തിയിട്ടുള്ളവരെ കൊണ്ടാക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് തന്നെ അവർ ഇങ്ങോട്ട് വന്നത്, അതായത് 12 മണിയോട് കൂടി തന്നെ ഇവർ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് എന്നാണ് പോലീസ് കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ അവർ ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു ട്രെയിനിൽ കയറിയായിരിക്കാം പോയിട്ടുണ്ടാകുക. നേരത്തെ പോലീസ് പറഞ്ഞത് ഒരു തവണ അവരുടെ ഫോൺ, ഇവരുടെ കയ്യിലുള്ള ഫോൺ സ്വിച്ച് ഓഫ് ആണ്. എന്നാൽ ഒരു തവണ ഫോൺ സ്വിച്ച് ഓൺ ആയിരുന്നു. അപ്പോൾ കോഴിക്കോടാണ് ലൊക്കേഷൻ കാണിച്ചത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ട്രെയിനിൽ പോകുന്ന വഴി ഒരുപക്ഷെ കോഴിക്കോട് എത്തിയപ്പോൾ ആയിരിക്കാം ഇവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടാവുക. ആ ട്രെയിനിൽ തന്നെ ഒരുപക്ഷെ യാത്ര തുടരുന്നുണ്ടാകാം എന്നുള്ളതാണ്. ഏതായാലും അന്വേഷണം ഊർജിതമായി നടക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു നിർണായകമായ വിവരം പോലീസ് പങ്കുവയ്ക്കുന്നത് ഈ പെൺകുട്ടികളുടെ രണ്ടുപേരുടെയും ഫോണിലേക്ക് ഒരേ നമ്പറിൽ നിന്ന് ഒരു ഫോൺ കോൾ വന്നിട്ടുണ്ട്. എടവണ്ണ സ്വദേശിയുടെ പേരിലുള്ള സിമ്മിൽ നിന്നാണ് ഈ കോൾ വന്നിട്ടുള്ളത്. എന്നാൽ ഈ ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് മഹാരാഷ്ട്രയാണ് എന്നുള്ളതാണ്. എന്നാൽ ഈ വിളിച്ച ആളുടെ കൂടെ കുട്ടികളുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ലാതെ ഉറപ്പുവരുത്താൻ കഴിയില്ല. പക്ഷേ ഇപ്പോൾ കഴിയില്ല. അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുകയാണ് എന്നുള്ളതാണ്. ഏതായാലും ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചും ഒക്കെ പോലീസ് ഇപ്പോൾ അന്വേഷണം ഊർജിതമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്.